we deep dive with Dinoy Paulos. Welcome to our podcast. താങ്ക് യു. എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇൻട്രോ? ഇൻട്രോ എനിക്ക് ഇത്രയും വലിയ ഇൻട്രോയുടെ ആവശ്യം ടോട്ടലി ഞാൻ വേൾഡിനെ കാണുന്നത് വേറെ രീതിയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോർമൽ ആൾക്കാരുടെ പോലെ അല്ല ഞാൻ വേൾഡിനെ കാണുന്നത്. അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എഴുത്തിന്. ലൈഫിന് പ്രശ്നമാണ്, എഴുത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഫീൽഡിൽ സ്റ്റേബിളായി നിൽക്കണമല്ലോ, അതും നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. അതിനെങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് കുറച്ച് മോശമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ഓപ്പണാണ്. ഇത് കുറച്ചും കൂടി ഭയങ്കര ലക്ഷത്തിലൊരാൾക്ക് അങ്ങനത്തെ ഒരു ജോബാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെ എപ്പോഴെങ്കിലും ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ ക്വിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്താലോ എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ വേറെ പണി അറിയില്ല. അങ്ങനെ കണക്ഷൻ എന്ന് പറയാണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അന്ന് ഞാൻ ഓഡീഷൻ വഴി എനിക്ക് കിട്ടി, ഞാൻ പോയി 2 സീൻ ചെയ്യുന്നത്. എനിക്കും അറിയില്ല എന്താ ഞാൻ ചെയ്യുന്നതെന്ന്, അവർക്കറിയാൻ പോലെ ഞാൻ എന്താ ചെയ്യാൻ പോണത്. സിനിമ എന്ന് പറയുന്നത് സ്ക്രീനിൽ കാണുന്നത് മാത്രമല്ല, സ്ക്രീനിന്റെ ഇരുളടഞ്ഞാലും നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്ന ചില ഓർമ്മകളുണ്ട്. അങ്ങനെ ചില നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ഗസ്റ്റാണ് നമ്മുടെ ഇന്ന് പോഡ്കാസ്റ്റിൽ. From writing to acting, now stepping into direction. Today, we deep dive with Dinoy Paulos. Welcome to our podcast. താങ്ക് യു. എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇൻട്രോ? ഇൻട്രോ എനിക്ക് ഇത്രയും വലിയ ഇൻട്രോയുടെ ആവശ്യം അല്ല, ഒരു റൈറ്റർ ആയിരുന്നു, അത് കഴിഞ്ഞ് ആക്ടിങ് അതിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് നമ്മളൊരു ന്യൂസ് കേട്ടത് ഡയറക്ഷനിലോട്ടും കൂടി വന്നേക്കാണ്, അതും വലിയൊരു പ്രൊഡക്ഷനിൽ. തല്ലുമാലയൊക്കെ പോലെ ഒരു വലിയൊരു സിനിമയൊക്കെ ചെയ്തൊരു പ്രൊഡക്ഷൻ, ആഷിഖ് ഉസ്മാൻ്റെ പ്രൊഡക്ഷനിൽ നമ്മുടെ സംഗീത് പ്രതാപും മമിത ബൈജു. എങ്ങനെയാണ് അങ്ങനെ ഒരു ഡയറക്ഷൻ പരിപാടി പിടിക്കാം, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ സമയമായി എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? ഡയറക്റ്റ് ചെയ്യാൻ സമയമായി തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഫസ്റ്റ് സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഡയറക്ടർ പോകുന്ന ഒരു പുള്ളിലൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എൻ്റെ സിനിമയിലേക്കുള്ള സ്റ്റെപ്പ്, നമ്മൾ ആക്ടിങ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിലും സ്റ്റെപ്പ് ഇത് തന്നെയായിരുന്നു. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ എന്തെങ്കിലും ഡയറക്ഷൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ എഴുതുന്ന കഥകൾ ഏകദേശം ഞാൻ ഡയറക്ഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ എഴുതാറ്. ഇപ്പോൾ ഞാനാണ് ഡയറക്ഷൻ ചെയ്യണത് എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് സ്ക്രിപ്റ്റ് എഴുതാറ്. അപ്പോൾ ഈ കഥയിലേക്ക് വന്നപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത 3 കഥകൾ പോലെ അല്ല ഇത്. കുറച്ചും കൂടി ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു മൂവിയാണ് എനിക്ക്. അപ്പം ഇത് ഞാൻ ചെയ്ത കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ, പ്രൊഡക്ഷനിലായാലും ആക്ടേഴ്സിനെ കാണുമ്പോഴായാലും അവരും ബിലീവ് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്ത ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ. അതൊന്നും പിന്നെ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പായതുകൊണ്ട് അങ്ങനെ പോസിബിൾ ആയി എന്നുള്ളതാണ്. ഇപ്പോൾ സംഗീത ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ മമിതയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കര സുഹൃത്തുക്കൾ തന്നെയാണ്. ഒരു കൂടുതലും സിനിമകൾ ചെയ്തേക്കുന്ന ഒരു സുഹൃത്ത് സർക്കിളിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അത് കൂടുതൽ ഈസി ആയിട്ടാണോ അതോ ചലഞ്ചിങ് ആയിട്ടാണോ തോന്നാറുള്ളത്? സിനിമ ചെയ്യൽ ചലഞ്ചിങ് ആണ്, ഫ്രണ്ട്ഷിപ്പ് ഈസിയാണ്. അപ്പോൾ സിനിമ ചെയ്യാനായിട്ട് ഇവരെ നമ്മൾ കൺവിൻസ് ചെയ്യണമല്ലേ. ഒരു മൂവി ആസ് എ മൂവി അത് ചലഞ്ചിങ് ആണ്. അതൊക്കെ ഫ്രണ്ട് ആയാലും ഇല്ലെങ്കിലും അവർക്ക് പേഴ്സണൽ സ്പേസും ലൈഫും ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ കരിയർ വൈസ് പേഴ്സണലാണ് അവർ കാണുന്നത്. അപ്പൊ ഞാൻ എന്ത് എഴുതിക്കൊണ്ട് ചെന്നാലും ഇവരെടുക്കണം എന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. അത് സ്ക്രിപ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ടായിരിക്കും അവരെടുക്കുന്നത്. എനിക്ക് ഫ്രണ്ടായിട്ട് ഇരുത്താൻ കുറച്ചുകൂടി ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് ആൾക്കാരായിട്ട്. അപ്പോൾ സിനിമ അത് അവർക്ക് വർക്കായാലേ അവർ ചെയ്യുള്ളൂ. അത് ഈസിയല്ല, സിനിമ ചെയ്യാൻ ഈസിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലും എനിക്ക് തോന്നുന്നു സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് സിനിമ എല്ലാം ചെയ്തിട്ടുള്ളത്. അതോ സുഹൃത്തുക്കളായതിനു ശേഷം സിനിമ ചെയ്തിട്ടാന്ന് തോന്നുന്നല്ലേ? അങ്ങനെയല്ല, രണ്ടും ഏതെങ്കിലും ഒരെണ്ണം ആദ്യം വർക്കൗട്ട് ആവും, പിന്നെ മറ്റേത് വർക്കൗട്ട് ആവും. ഒന്നല്ലേ സുഹൃത്ത് ബന്ധം കഴിഞ്ഞിട്ട് സിനിമ വർക്കൗട്ട് ആവും, അല്ലെങ്കിൽ സിനിമക്ക് വേണ്ടി നടക്കുമ്പോൾ കുറെ സുഹൃത്തുക്കളെ കിട്ടും, അങ്ങനെ വർക്കൗട്ട് ആവും. അതിനൊരു ഫോർമുല ഇല്ല, ഇത് ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിം ആയിരുന്നു തുടക്കത്തിൽ. ഇപ്പോൾ ഷോർട്ട് ഫിലിം നോർമലി മൂവിയിലോട്ട് ഒരു ഷോർട്ട് കട്ടായിട്ട് എല്ലാവരും പറയാറുണ്ട്. കാരണം ഒരുപാട് പേര് അതേപോലെ ഷോർട്ട് ഫിലിം ചെയ്ത് മൂവിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സിനിമയിലോട്ട് എത്തി ഇപ്പോൾ 1-2 സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റെക്കഗ്നൈസേഷൻ കിട്ടും. അതിന് മുമ്പുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്ന ഒരു സമയത്ത് സിനിമ ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു ഡിനോയ് പൗലോസ് ഇല്ലേ, അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് കുറച്ച് ഒന്ന് ഏജ്
ആ സമയത്ത് ഏജ് ഈ സമയത്ത് ഏജും തമ്മിൽ ഇപ്പൊ ഞാൻ കുറച്ച് മെച്ചുവേർഡ് ആയിട്ടാണ് കാര്യങ്ങൾ, കുറച്ചും കൂടി മെച്ചുവേർഡ്. നമ്മൾ ഏജ് ആവും തോറും മെച്ചുവേർഡ് ആവുന്നതിന്റെ മെച്യൂരിറ്റി എനിക്കുണ്ട്. അന്ന് ആക്രാന്തമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ എല്ലായിടത്തോട്ടും വെടി വെക്കൂല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. എന്ത് ആക്ട് ചെയ്യും, റൈറ്റ് ചെയ്യും, ഡയറക്ഷൻ ചെയ്യും, എന്തുകൊണ്ടും ചെയ്യും, അങ്ങനത്തെ രീതിയിലായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ സമീപിക്കുന്നത്. അതിന്റെ ഗുണം നമുക്കിപ്പോ സിനിമ ചെയ്യുമ്പോണ്ട്. സിനിമക്ക് അങ്ങനത്തെ ഒരു മെച്യൂരിറ്റി വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോ ഒരു കിഡിനെ പോലെ സിനിമയെ സമീപിച്ച, അതായത് എന്ത് വേണം ചെയ്യാം എന്നുള്ള രീതിയിൽ സിനിമയെ സമീപിച്ചാൽ നമുക്ക് സിനിമ വഴങ്ങണമെന്നില്ല. പക്ഷെ ഇതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒന്നിൽ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഒരു സിനിമയെങ്കിൽ ആ സിനിമയിൽ ഏതെങ്കിലും ഒന്നിനെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ സമീപിച്ചാലേ അത് നടക്കുള്ളൂ. ഇപ്പൊ ആക്ടിംഗ് ആണ് സമീപിക്കണമെങ്കിൽ ആക്ടിങ് നടക്കും. കുറച്ച് മെച്യൂർഡ് ആയിട്ട് ഡയറക്ഷനാണ് സമീപിക്കുന്നതിന്, റൈറ്റിംഗ് ആണെങ്കിലും നമ്മൾ അതിൽ ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഇതൊക്കെ ഓരോ പീരീഡിലായതുകൊണ്ട് നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ റൈറ്റിംഗ് ഫസ്റ്റ് നടക്കണോണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ സമയം ഉണ്ടാവും. ഡയറക്ഷന്, ആക്ടിങ് ആണെങ്കിലും വേറെ സമയം ഉണ്ടാവും. എല്ലാം ഒരേ ടൈമിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പറ്റും, നമ്മൾ അതിന് ട്രെയിൻഡ് ആവുക എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യം, ആവശ്യമില്ലാത്തൊരു ധൈര്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ കുറച്ച് പ്രാക്ടിക്കലി ഇതിനെ സമീപിച്ച് ഇത് ചെയ്യാൻ പറ്റൂലെന്ന് അറിഞ്ഞിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനെ ഇത് ചെയ്യുന്നത്. അപ്പൊ അന്ന് കുറച്ച് മെച്ചുവേർഡ് അല്ലാത്ത ഒരു ഞാനായിരുന്നു ആ സമയത്ത്. മറ്റേ സ്കില്ലൊക്കെ വേറെ, ഇതിനെ സമീപിച്ചിരുന്നത് ഭയങ്കര, ഇപ്പൊ നമ്മൾ ഒരാളോട് ചാൻസ് ചോദിക്കുമ്പോഴേക്കും അവർക്ക് ഇറിറ്റേറ്റഡ് ആവാൻ ചാൻസ് ഉള്ള ഒരാളായിരുന്നു ഞാൻ ആ സമയത്ത്. ഇടിച്ചു കയറി ചാൻസ് ചോദിക്കാന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചോദിച്ചാൽ അവരെ വെറുപ്പിക്കരുതല്ലോ. അവർക്ക് നമ്മൾ ഇഷ്ടമായല്ലോ നമ്മൾ എടുക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഇത് മനസ്സിലാക്കി തുടങ്ങിയത് കുറേ മീൻസ് പടം നിങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ട് അത് പയ്യെ പയ്യെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഡിഫറൻസേ ഉള്ളൂ. വർക്കിൽ അന്നൊന്നും സിൻസിയർ ആയിട്ട് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതുപോലെ പത്രോസിൻ്റെ വടപ്പുകൾ, ഇതിലെല്ലാം റൈറ്റർ ആയിട്ടായിരുന്നു. അപ്പം ആസ് എ റൈറ്റർ ഇപ്പം നമ്മൾ സൈക്കോളജിക്കലി അവരുടെ ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു റൈറ്റർ ഒരു ക്യാരക്ടർ എഴുതണമെന്നുണ്ടെങ്കിൽ അയാൾ സൈക്കോളജിക്കലി അയാൾ എന്തൊക്കെ തിങ്ക് ചെയ്യും, അയാൾ എങ്ങനെയൊക്കെ ഏതൊക്കെ വശത്തൂടെ പോവും. ഞാനതിനൊരു എക്സാമ്പിൾ പറയാം. വേറെ ഒരു കോൺവെർസേഷനിൽ ഞാനിങ്ങനെ പറയണ കേട്ടു. നമ്മുടെ നെസ്ലിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി വെപ്രാളം പിടിച്ച് വിറച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നത് കണ്ടു. അപ്പം തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്തു എന്ന് പറഞ്ഞു ആ ഒരു ക്യാരക്ടറിനെ. അപ്പം അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അങ്ങനെ ഒരു ക്യാരക്ടറിനെ? നെസ്ലിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാല് നെസ്ലിനെ അഭിനയിക്കാൻ വന്നാണല്ലോ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഇതിലാണ് നോക്കിയിരിക്കണം, ഇവർ അഭിനയിക്കോ ഇല്ല എന്നുള്ളത്. അപ്പൊ ഇവന് ഭയങ്കര ലൈക്കബിലിറ്റി ഉണ്ട്. വെറുതെ വന്ന് നിന്നാൽ നമുക്ക് ഇഷ്ടാവും. അങ്ങനത്തെ ലൈക്കബിലിറ്റി ഉണ്ട് നെസ്ലിന്. വെറുതെ റൂമിൽ ഒന്നും ചെയ്യണ്ട, അവനോട് ഇരുന്ന് നമുക്ക് ഇഷ്ടാവും. അങ്ങനത്തെ ലൈക്കബിലിറ്റി നെസ്ലിനുണ്ട്. അതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. അതന്ന് നമ്മൾ കിട്ടിയിരുന്നു. വെറുതെ കയറി വരുമ്പോ തന്നെ നമുക്ക് ഇവൻ കൊള്ളാലോ എന്ന് തോന്നും. പിന്നെ ബോണസ് ആണ് അഭിനയം. ക്യാരക്ടർ എഴുതുമ്പോൾ എനിക്കത് ഓൺ ദ വേയിലാണ് അത് ഫുള്ളാവുന്നത്. ഇപ്പൊ ഫസ്റ്റൊക്കെ അതിന്റെ എന്തെങ്കിലും ചെറിയ ഫോമൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ഒരാള്, ഒരു ക്യാരക്ടറിന്റെ എന്തെങ്കിലും ഒരു മാനറിസംസ് മാത്രമായിരിക്കും നമുക്ക് വർക്ക് ആവുക. പിന്നെ പോകെ പോകെ ഒന്നല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ പോകെ അഡീഷൻ വന്ന് അത് ഫോം ആവും. നമ്മളൊക്കെ വലുതാവണ പോലെ തന്നെ അത് ഫോം ആവും. ഫസ്റ്റ് എന്തായാലും ക്യാരക്ടേഴ്സ് തന്നെയാണ് എനിക്ക് വരുന്നത്, കഥയൊന്നുമല്ല. ക്യാരക്ടേഴ്സ് വന്നിട്ട് ഇങ്ങനത്തെ കഥകൾ അതിലേക്ക് വരും. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഇങ്ങനെ എഴുതിയിടും. 10-12 വർഷം മുമ്പുള്ള പരിപാടികൾ വരെ നമ്മുടെ അടുത്തുണ്ടാവും. കഥയല്ല, എന്തെങ്കിലും ഒരു പെക്യുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സോ അവരുടെ ഗസ്റ്റേഴ്സോ പേരുകളോ, ഇപ്പൊ നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പേരുകളോ സിനിമ പേരുകളോ എല്ലാം ഞാനിങ്ങനെ എഴുതിയിട്ട് പോകും. ഇതിലേക്ക് അഡീഷൻ ആവും ഓരോ സമയത്ത്. എന്തെങ്കിലുമൊക്കെ അതിലേക്ക് ചേരുമ്പോൾ അതിന് ചേരേണ്ടത് തൊട്ട് അങ്ങനെ അഡീഷനായി ഫോം ആവുന്ന കഥകളും ക്യാരക്ടേഴ്സും ഒക്കെ തന്നെയാണ്. അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നോർമലി അല്ലാത്ത, അല്ലെങ്കിൽ ഒരു എനിക്ക് നോർമലായിട്ട് തോന്നാത്ത ആൾക്കാരാണ് നമ്മൾ ചൂസ് ചെയ്യാറ്. അവർക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെയാണ് ക്യാരക്ടേഴ്സ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു കോമഡി, അതേപോലെ ഒരു കോമഡി സിനിമകളൊക്കെ ഹിറ്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് അത് കോമഡി ആയിട്ട് വർക്കായിട്ട് തിയേറ്ററിൽ വർക്ക് ആവാത്ത ഒരുപാട് സിനിമകളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ വർക്ക് ആവണമെന്നില്ല. പക്ഷേ എന്നാൽ തണ്ണീർമത്തൻ ദിനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പത്രോസിൻ്റെ വടപ്പുകൾ എടുക്കുകയാണെങ്കിലും നമ്മളവിടെ ഭയങ്കര ലൈവായിട്ട് ഭയങ്കര ഓർഗാനിക്കായിട്ട് ഒട്ടും ഫോഴ്സ്ഡ് അല്ലാത്ത ഒരു കോമഡി അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക്കുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കോമഡി വർക്ക് ചെയ്യാൻ ഇപ്പോൾ അഭിനയിക്കുന്നവർക്കാണെങ്കിലും കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. അത്രയും ടാസ്ക്കുള്ള ഒരു കാര്യം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തെടുക്കുന്നത്? ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുമായിരുന്നോ? ഞാൻ കുറച്ച് ആസ് എ പേഴ്സൺ വിയേർഡായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാനൊരു 90% ഒരാളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായിരിക്കും നമ്മളുടെ എഴുത്തിലും വരുന്ന ഈ പറയുന്ന സംഭവം. പിന്നെ
ഈ കോമഡി എന്ന് പറഞ്ഞിട്ട് കോമഡിക്ക് വേണ്ടി എഴുതാറില്ല. ഉം. ഗ്രാജുവലി എന്തൊക്കെ നമ്മളിപ്പോ പറയുമ്പോൾ എന്തൊക്കെ സംസാരിക്കുന്നു അതാണ് ഞാൻ എഴുതാറ്. ഉം. അപ്പൊ അത് ബേസിക്കലി കോമഡി ആയിക്കോളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോമഡി ഫോഴ്സ്ഫുള്ളി ഈസിയും കോമഡിയാണ്, കോമഡി കുത്തിക്കയറ്റണം അങ്ങനെ എഴുതാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഉം. നമ്മൾ അതിനകത്തൊരു ഒരു കണ്ടന്റ്, ഇപ്പൊ ഒരു ഇമോഷണൽ സീൻ, ഉം. അതിനകത്ത് ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ഉണ്ടാവും നമുക്ക് ആ സീനിൽ. ഇപ്പൊ ഒരു അമ്മനെ പറ്റി പറയുന്ന ഒരു വേടോ അതൊക്കെ ആയിരിക്കും ആ സീനിന്റെ ഒരേ ഒരൊറ്റ പരിപാടി. ഉം. ബാക്കി നമ്മൾ അതിനെ ഇത് ചെയ്യുന്നതാ, പൊതിഞ്ഞ് പൊതിഞ്ഞ് പൊതിഞ്ഞ്, അതായത് ആദ്യം തൊട്ട് അവിടേക്ക് എത്തിക്കുക. അതിൻ്റെ ഉള്ള തമാശ പറയണേ പറയാം, അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ചിൽ തമാശ പറയാം ഇമോഷണൽ സീൻ ആണെങ്കിൽ. അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. ആ വേടിനെ നമ്മൾ എത്രത്തോളം പൊതിഞ്ഞു വെക്കുന്നു, അപ്പോൾ അത് വർക്കാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ്, മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ വിയേഴ്നെസ്സും പിന്നെ ടോട്ടലി ഞാൻ വേൾഡിനെ കാണുന്നത് വേറെ രീതിയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോർമൽ ആൾക്കാരുടെ പോലെ അല്ല ഞാൻ വേൾഡിനെ കാണുന്നത്. ഉം. അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എഴുത്തിൽ. ലൈഫിൽ പ്രശ്നമാണ്, എഴുത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈഫിലെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ലൈഫിൽ ഏറ്റവും ഹാർഡസ്റ്റ് ടൈമായിട്ട് തോന്നിയത് എപ്പോഴായിരുന്നു? ഫുൾ ടൈം ഹാർഡസ്റ്റ് ടൈം. അങ്ങനെ ഹാർഡസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ടൈമും എഴുത്തൊക്കെ ഭയങ്കര ഹാർഡസ്റ്റ് ടൈമാണ്. പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ വർക്കില്ലാതിരിക്കുന്ന സമയം ഭയങ്കര ഹാർഡസ്റ്റ് ആയിട്ടുള്ള സമയം. എല്ലാവർക്കും ഉള്ള പോലെ തന്നെയാണ് ഹാർഡസ്റ്റ് ടൈം ഉള്ളത്. അതിന് ഞാൻ സമീപിക്കുന്ന വേറെ രീതിയിലാണെന്നുള്ളതാണ്. എങ്ങനെയാണ് സമീപിക്കുന്നത്? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ ഒരു പരിധി കൂടുതൽ എന്നെ സപ്രസ് ചെയ്യാൻ പറ്റില്ല അതിന്. അത് കഴിഞ്ഞ് എനിക്കൊരു കോമഡി ആവും. എന്ത് പ്രശ്നമാണെങ്കിലും, ഇപ്പൊ ഒരാൾ മരിച്ചാൽ പോലും ഒരു ഒരു 2 hour 3 hour കഴിഞ്ഞാൽ എനിക്ക്, അതായത് ഞാൻ എന്നെ ഫോം ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ, നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട്. അപ്പൊ അത് പിന്നെ ഞാൻ കുറച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രശ്നം, നമുക്ക് നേരിട്ടൊന്നും തിരിച്ച് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ ഞാനത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ എനിക്കത് തമാശയായി മാറും അതിന്. അപ്പൊ ആൾക്കാർ ക്രൂരനല്ലേ എന്ന് ചോദിക്കും. അത് നമ്മുടെ എസ്കേപ്പിസം, നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് എസ്കേപ്പിസം ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് സമീപിക്കുന്നത്. നോർമൽ കാര്യങ്ങൾ നോർമലി തന്നെ അങ്ങോട്ട് പൊക്കോളും. ഞാൻ ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള മനുഷ്യനാണ് ലൈഫിൽ. അപ്പൊ എനിക്ക് ഭയങ്കര ഈസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെയിൻ ഒക്കെ സെയിം തന്നെ, എല്ലാവർക്കും ഉണ്ടാവുന്ന പെയിൻ തന്നെ നമുക്ക് ഉണ്ടാവും. പെട്ടെന്ന് എസ്കേപ്പ് ടൈം ഡ്യൂറേഷൻ കുറച്ചും കൂടി അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കും. മറ്റേ വിയേഴ്നെസ്സും ഉണ്ട്, അതൊരു കോമഡി ആയി മാറ്റുന്നത് അത്ര നല്ല കാര്യമല്ല. എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. ഇല്ല, ഞാൻ പക്ഷെ ബിഹേവ് ചെയ്യില്ല അതുപോലെ ഇരുന്നിട്ട്. മരിച്ചെടുക്കുമ്പോൾ ചിരിക്കൊന്നുമില്ല. ആൾക്കാർ മരിച്ചെടുക്കുമ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ മനസ്സിൽ ഓക്കെ ഓക്കെ അങ്ങനെയാവും. ആക്സെപ്റ്റ് ചെയ്യും എല്ലാ സിറ്റുവേഷൻ അല്ലേ, പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളുടെ ഫീൽഡ് ഇപ്പം ഞാനിരിക്കുന്ന ഈ ജോലിയാണെങ്കിൽ പോലും അൺസ്റ്റേബിൾ ആണ്, അൺസർട്ടനിറ്റി ഉള്ള ഒരു ജോബാണ് നമ്മുടെ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ. കാണുമ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര ഹാവും നമ്മളെ കാണുന്നുണ്ട്, ഭയങ്കര സ്ക്രീനിലൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാവാണ്. പക്ഷെ ഒരു ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ളൊരു ഫീൽഡാണ്. അതിൽ മെൻ്റൽ ഹെൽത്ത് നമ്മൾ സ്റ്റേബിളാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അതിനെ എങ്ങനെ ഈ ഒരു കോമഡി വെച്ചിട്ട് തന്നെയാണോ ഹാൻഡിൽ ചെയ്യുന്നത്, അതോ ഫ്രണ്ട്സ് അങ്ങനെ വെച്ചിട്ടാണോ സ്റ്റേബിൾ ആക്കി വെക്കുക? ഒരു ഡ്യൂറേഷൻ വരുന്നില്ല. ഇപ്പൊ നമ്മളൊരു സിനിമ കഴിഞ്ഞ അടുത്തൊരു സിനിമ സംഭവിക്കാൻ ചിലപ്പോൾ ഒരു 2 years എടുക്കാം, 1 year, 2 years, 3 years, മോർ ദാൻ എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ സ്റ്റേബിളായി നിൽക്കണമല്ലോ, അതും നമ്മുടെ മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആക്കിക്കൊണ്ട് തന്നെ നിൽക്കണം. അതിനെങ്ങനെയാണ്? മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആണോന്ന് ചോദിച്ചാൽ അത് പ്രോപ്പർലി സ്റ്റേബിൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ മോശമായിട്ട് ഈ ഫീൽഡിലേക്ക് കുറച്ച് മോശമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പറഞ്ഞ അൺസർട്ടനിറ്റി ഭയങ്കര പ്രശ്നമാണ് എല്ലാവർക്കും. എന്താവും അറിയില്ല കരിയർ. മറ്റൊരു ജോബാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു മോഡൽ ഇല്ലല്ലോ. എല്ലാവർക്കും ഒറ്റ പാത്തുള്ളൂ. ഇപ്പൊ എനിക്കൊരു പാത്തായിരിക്കും, അങ്കിതക്ക് ഒരു പാത്തായിരിക്കുള്ളൂ. ഇതിനകത്ത് ഞാൻ എന്ത് പറഞ്ഞു തന്നാലും അങ്കിതക്ക് ആ പാത്തി പോയി അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഒരാൾ അച്ചീവ് ചെയ്യുന്നത്. അപ്പോ കുറച്ച് പാടാണ്. മെന്റൽ ഹെൽത്ത് നമ്മുടെ മോശമാവും. നമുക്ക് ഈ മോഡൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നാളെ എന്ത് ചെയ്താൽ വർക്കൗട്ട് ആവും നമുക്ക് ഒരു ഐഡിയ ഇല്ല, ഫ്യൂച്ചർ കാണാൻ പറ്റില്ല. വേറൊരു ജോബിന് നമ്മളിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ഓപ്പൺ ആണ്. ഇത് കുറച്ചും കൂടി ഭയങ്കര ലക്ഷത്തിലൊരാൾക്ക് അങ്ങനത്തെ ഒരു ജോബാണല്ലോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മെന്റൽ ഹെൽത്ത് മോശമാവും. നമ്മളതിന് അത് മനസ്സിലാക്കാം, നമ്മുടെ മെന്റൽ ഹെൽത്ത് മോശമാവും എന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഭയങ്കര ഗുണമാണ്. അല്ലാതെ നമ്മൾ ഈ എന്താണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചോണ്ടിരുന്നാൽ നമുക്ക് ഭ്രാന്തായിക്കൊണ്ടിരിക്കലേ ഉണ്ടാവുള്ളൂ. ഇത് പ്രശ്നമാണ്, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അത് കട്ട് ചെയ്ത് വിട്ടിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫ് വേറെ, ഇതും ഈ പറയുന്ന ജോബ് വേറെ ആയിട്ട് എടുത്താൽ കുറച്ചൊക്കെ രക്ഷപ്പെടാം. എങ്ങനെ എപ്പോഴെങ്കിലും ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതൊക്കെ ക്വിറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും പരിപാടി ചെയ്താലോ എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ വേറെ പണി അറിയില്ല. ഇപ്പൊ എനിക്ക് ഇനി വേറെ ജോബൊന്നും അറിയില്ല.
ഒന്നാമത് ഞാൻ ആദ്യം തൊട്ട് പഠിച്ചെടുക്കണം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ക്വിറ്റ് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഫിലിമോഗ്രാഫിയിലോട്ട് വരുമ്പോൾ ഒരുപാട് പടങ്ങളിൽ ഇങ്ങനെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈമയിലും അതുപോലെ ജൂണിലും ചെയ്തിട്ടുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ നല്ലൊരു ഫിലിം മേക്കറാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാം. അപ്പോൾ കുറച്ച് സീനാണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴാണ് ലിജോ സാറായിട്ട് കണക്ഷനിലുള്ളത്. അന്ന് ഞാൻ ജസ്റ്റ് വലിയ കണക്ഷൻ ഒന്നുമില്ല, ജസ്റ്റ് വന്ന് എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ പുള്ളി പോയിട്ട് പുള്ളിയുടെ വർക്ക് ചെയ്യും. അല്ല ഒരു കണക്ഷനും അങ്ങനെ ആ സമയത്ത് ഉണ്ടായിട്ടില്ല. പിന്നെ ബാക്കി ഷൈജു ഖാലിദായിരുന്നു നമുക്ക് പൊസിഷൻസ് ഒക്കെ പറഞ്ഞു തരാം. അങ്ങനെ കണക്ഷൻ എന്ന് പറയാണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല അന്ന്. ഞാൻ ഓഡിഷൻ വഴി എനിക്ക് കിട്ടി, ഞാൻ പോയി 2 സീൻ ചെയ്യുന്നത്. എനിക്കറിയില്ല എന്താ ഞാൻ ചെയ്യുന്നതെന്ന്, അവർക്കറിയാൻ പാടില്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവര് പറഞ്ഞു ലിജോ അസോസിയേറ്റ് വന്ന് പറഞ്ഞു തരുമായിരുന്നു, ലിജോ സാറ് വന്ന് നോക്കും, എന്താ ചെയ്യണേന്ന് നോക്കും. അന്ന് എനിക്ക് താടി ഉണ്ടായിരുന്നു, പുള്ളി എന്നെ കൊണ്ട് പഠിപ്പിച്ചു. ഞാൻ ലാസ്റ്റ് അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. പുള്ളി പറഞ്ഞ് വന്ന് എല്ലാം ചെയ്യണേന്ന് തൊട്ടും വന്നിട്ട് പറഞ്ഞ് താടി പഠിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വേറൊരു സീനും കൂടിയേ ഉള്ളൂ. അവിടെയും പുള്ളി വന്ന് നോക്കും, പുള്ളി എല്ലാം നോക്കും, ഓക്കെ അടിക്കുന്നുള്ളതാണ്. അതായത് എന്നെ അറിയാൻ പാടില്ല പുള്ളിക്ക്, എനിക്കറിയാവുന്നേ ഉള്ളൂ. പിന്നീട് ഇപ്പം നമ്മൾ തണ്ണീർമത്തനൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളിയായിട്ട് ഞാൻ ഫോൺ ത്രൂ കോണ്ടാക്ട്സ് വെക്കുന്നുണ്ട്. പുള്ളിക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഞാൻ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട് ഇടയ്ക്ക്. അല്ലാതെ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. നമ്മൾ ആരാധിക്കുന്ന ഒരാൾ നമ്മൾക്കൊരു അവസരം കിട്ടി എന്നുള്ളൂ. ജൂൺ നമ്മൾ ഓഡിഷൻ, എനിക്കെല്ലാം ഓഡിഷൻ വഴി കിട്ടിയിരിക്കുന്നത്. ജൂണിലും ചെറിയ പരിപാടിയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭയങ്കരമായ എക്സ്പീരിയൻസ് പറയാൻ. ഓഡിഷന് പോയിട്ടുണ്ടോ? ഞാൻ നല്ല ഓഡീഷൻസിനൊക്കെ പോയിട്ടുണ്ട്. ഫേക്ക് ഓഡീഷൻസിനും പോയിട്ടുണ്ട്, നല്ല ഓഡീഷൻസിനും പോയിട്ടുണ്ട്. ഫേക്കെന്ന് വെച്ചാൽ ഈ പൈസ വാങ്ങിച്ച് ഓഡിഷൻ ചെയ്യില്ലേ, രജിസ്ട്രേഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് അല്ലെങ്കിൽ നമ്മളോട് അവസാനം പൈസ ചോദിക്കുന്ന ഓഡീഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്നു, നമ്മളടുത്തില്ല കൊടുക്കാനായിട്ട്. പക്ഷെ അതിനും പോയിട്ടുണ്ട്. നോർമലി ഇതുപോലത്തെ നല്ല പടങ്ങളുടെ ഓഡീഷൻസിനും പോയിട്ടുണ്ട്. കിട്ടാതെ ഇരുന്നിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങളിലോട്ട് വരാം. എനിക്ക് തോന്നുന്നു ഒരുപാട് ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് ആ ഒരു സംസാരിക്കാനുള്ള ഒരു ത്വര വരിക. ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മളാണെങ്കിലും അത് കണ്ടതിന് ശേഷം ആണ് ആളുകൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുക. അതൊരു ഭയങ്കരമായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെട്ട പടമൊന്നുമല്ല. അപ്പോൾ ആ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു ഹിറ്റ് അടിക്കും, ഇതിൽ നിന്ന് നമ്മളെ ആളുകളെല്ലാവരെയും തിരിച്ചറിയാൻ ഓൾമോസ്റ്റ് എല്ലാവരും അതിലൂടെയാണ്. ഇപ്പോൾ നെസ്ലിൻ അടക്കം എല്ലാവരും അതിലൂടെയാണ്. അനശ്വര ആണെങ്കിലും മാത്യു ആണെങ്കിലും എല്ലാവരും ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. അപ്പം അതങ്ങനെ ഒരു കിട്ടും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ഹിറ്റോ? എനിക്ക് ഏകദേശം നല്ല പരിപാടിയാണെന്ന് അറിയാമല്ലോ. ഹിറ്റിന്റെ ഇതൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല, ഒരു സിനിമ എത്രത്തോളം ഹിറ്റാവുന്നു. എന്തൊരു പെക്യുലാരിറ്റി ഉണ്ടെന്ന് നന്നായിട്ട് അറിയായിരുന്നു. എഴുതുമ്പോൾ തന്നെ നമുക്കറിയായിരുന്നു. കാരണം അതിനു മുമ്പുള്ള ഷോർട്ട് ഫിലിംസ് അതിന്റെ ഒരു പാറ്റേൺ തന്നെയാണ് ഈ സിനിമ. അതിന്റെ വലിയ ബിഗർ വേർഷനാണ് സിനിമ. അപ്പൊ ഷോർട്ട് ഫിലിംസ് ക്രിട്ടിക്കലി അക്ലൈംഡ് ആവുമായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഓക്കെ ഇത് വർക്കാണ്, ഇത് ഇവിടെ ഇല്ല എന്നുള്ളത്, ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ലെന്ന് അറിയായിരുന്നു. അപ്പൊ അതിനെന്ത് പ്രത്യേകത ഉണ്ടെന്നുള്ള അറിയായിരുന്നു. ഹിറ്റിന്റെ അളവൊന്നും ഭയങ്കര പാടാണ്. അത് എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു തണ്ണീർമത്തൻ. അതായത് അതിന്റെ പിച്ചിങ് സമയത്ത്, പ്രൊഡ്യൂസർ പിച്ചിങ് സമയത്ത് ഞങ്ങൾ 16 പേരുടെ അടുത്ത് കണ്ടിട്ടുണ്ടായിട്ട് 17ാമത്തെ ആളാണ് കമ്മിറ്റ് ആവുന്നത്. ഈ 16 പേരിൽ ഒരു 10-12 പേർക്കും ഈ പടം എന്തിട്ടാണ് പിള്ളേർ തട്ടിക്കൂട്ട് പരിപാടി എന്ന് ഫീൽ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾക്കും ഡൗട്ട് വരും, നമ്മളെടുത്ത് വായിക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ തോന്നുമായിരുന്നു. ഇപ്പോൾ അതിൽ വേറൊരു ജനറേഷൻ്റെയാണ്. ഇപ്പോൾ നമ്മൾ റൈറ്റേഴ്സ് എന്നപ്പോൾ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ എഴുതുന്നത് ഓക്കെ, മറ്റൊരു ജനറേഷനിൽ അല്ലെങ്കിൽ മറ്റൊരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ജനറേഷൻ്റെയൊക്കെ റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് ഭയങ്കര ടാസ്ക് അല്ലേ? ഇപ്പം അങ്ങനെ നമ്മൾക്ക് ഒട്ടും അറിയില്ല, നമ്മുടെ പെർസ്പെക്റ്റീവ് അല്ലല്ലോ. കുറച്ചും കൂടി നമ്മളെക്കാളും കുറച്ചുകൂടി യങ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഒരു ജനറേഷൻ അവരുടെ ഹാപ്പനിങ്സ് എന്താണ്, ഇപ്പോൾ അവരുടെ ഇടയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പം തന്നെ കുറേ വേർഡ്സ് ഒക്കെ ഉണ്ട്, പുതിയ 2K കിഡ്സിൻ്റെ കുറേ വേർഡ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര ഇങ്ങനെയൊക്കെ ഉണ്ടോ നമുക്കറിയില്ല. അപ്പം അതെങ്ങനെയായിരുന്നു ആ സമയത്ത് വർക്ക്ഔട്ട് ചെയ്തത് ആസ് എ റൈറ്റർ? ആ സമയത്ത് എന്നല്ല, ഇപ്പൊ പോലും പ്രോപ്പർലി ആ ഏരിയ എക്സ്പ്ലോർഡ് ആയിട്ടില്ല. +2 ഡിഗ്രി ഒക്കെ എക്സ്പ്ലോർഡ് ആയിട്ടില്ല. അതുകൊണ്ട് ഇനിയും നല്ല സാധ്യതകളുള്ള സംഭവം സ്കൂള്, കോളേജ്, +2 ഒക്കെ.
ഞങ്ങൾ അതും കൂടി കണ്ടാണ് +2 പടം എടുത്തത്. +2 പടം ഒന്നും വന്നിട്ടില്ല മര്യാദക്കുള്ള എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. അപ്പോ ചുമ്മാ ഞങ്ങള് അതായത് അന്ന് എഴുതുന്ന സമയത്ത് ഞങ്ങളുടെ ഏജ് അറിയാലോ. ആ സമയത്ത് ഈ പിള്ളേരുടെ ഏജിൽ എന്റെയൊക്കെ +2 ഏജിലുള്ള സാധനമാണ് നമ്മൾ എഴുതി വെച്ചേക്കണം നമ്മൾ മുതിർന്നപ്പോ. എന്നിട്ട് പോലും അത് വർക്കാ. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസിയാണ് അവരുടെ വേർഡിങ്സും കാര്യങ്ങളും. പിന്നെ ഇവര് വന്നല്ലോ, ഈ കുട്ടികൾ അതിലേക്ക് ജോയിൻ ചെയ്തല്ലോ ഓഡിഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ കുറെയൊക്കെ നമ്മൾ അവരുടെ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവരുടെ വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പടത്തിൽ. അപ്പൊ കുറച്ച് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കും. അത് നമ്മുടെ പരിപാടി അവരുടെയും കൂടി ചേർന്നിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഇപ്പോഴും കുറെ പേർക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് സ്റ്റഡീസ് വിദ്യാഭ്യാസം ബേസ്ഡ് ആയിട്ടുള്ള പരിപാടികൾ നോക്കാന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന സിനിമ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും അത്? അതൊരു റോംകോം ആണ്. കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ വരുന്ന നല്ലൊരു റോംകോം ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സംഗീതിന്റെയും അമിതയുടെയും അത്യാവശ്യം നല്ല ആക്ടിങ്ങുകളൊക്കെ പ്രതീക്ഷിക്കാൻ എനിക്കിത് ഇതിൽ കൂടുതൽ പറയാനായിട്ട്. റോംകോം ആണല്ലോ, അതുണ്ട്. അവരുടെ ആ ഫാൻസിനെ നിരാശപ്പെടുത്തില്ല, അത് ഗ്യാരണ്ടി. അങ്ങനെ അതിൽ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. പിന്നെ ആഷിഖിക്കാണ് പ്രൊഡക്ഷൻ, നല്ല ക്രൂ ആണ്. ഇപ്പൊ അഖിൽ ക്യാമറ, അഖിൽ ജോർജ്, വിഷ്ണു ഗോവിന്ദ് സൗണ്ട്, പിന്നെ ചമൻ എഡിറ്റർ, അത്യാവശ്യം നല്ല ക്രൂ ആണ്. ഇപ്പോൾ മലയാള സിനിമ എന്ന് പറയുന്നത് റിയലിസം, അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് മലയാള സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ സിനിമയ്ക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയാറുണ്ട്. ആ ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല, അങ്ങനെ നോക്കി നമുക്ക് പടം ചെയ്യാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് എനിക്ക് സെറ്റ് ചെയ്യണം. ഇവിടെയുള്ള സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പടം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി എഴുതാൻ തുടങ്ങണം. അതിലും ബെറ്റർ നമ്മൾക്ക് എഴുതാൻ അറിയാവുന്ന സാധനം വൃത്തിക്ക് എഴുതി ഷൂട്ട് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അത് നന്നായിട്ട് വന്നാൽ സ്റ്റാൻഡേർഡ് ആയിക്കോളും. അല്ലാതെ ആവശ്യമില്ലാതെ ആ മീറ്ററിൽ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പരിപാടിക്ക് കാര്യമല്ലേ. നമുക്ക് അറിയാവുന്ന പണി വൃത്തിക്ക് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ അപ്പൊ ഒന്നാമത്തേത് ഇറങ്ങണതിന് മുമ്പ് ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇത് സ്റ്റാൻഡേർഡ് ആവും എന്നുള്ളത്. അപ്പോ നമ്മള് വർക്ക് ചെയ്യുക, നല്ല രീതിക്ക് വർക്ക് ചെയ്യുക. ഇതിനോട് ഇത് കണ്ടിട്ട് നമ്മളത് മനസ്സിലാക്കാം, ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ്, ഇങ്ങനത്തെ ഏറ്റവും നല്ല പടങ്ങൾ ഇതാണ്, മോശം പടങ്ങൾ ഇതാണ്. നമ്മളപ്പോ മോശം പടങ്ങളിലേക്ക് പോവാതെ നല്ല പടങ്ങളിലേക്ക് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാന്നല്ലാതെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സെറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നടക്കണം എന്നില്ല. കാരണം ഇപ്പൊ ഒരു റൈറ്റിങ്ങിലോ ഇതിനകത്ത് മാത്രമല്ല സിനിമ നടക്കുന്നത്. സിനിമ തിയേറ്ററിൽ എത്തണേ തൊട്ട് മുമ്പ് വരെ അതില് പല സാധനങ്ങൾ ആഡ് ആവും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ നോക്കുന്നതിന്റെ ഏറ്റവും നല്ല സാധനമാണെങ്കിൽ എല്ലാം പിന്നീടും ചിലപ്പോൾ മോശം സംഭവിക്കുക സിനിമയ്ക്ക്, പിന്നീട് നല്ലത് സംഭവിക്കാം. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം നന്നായി വരാം, ഇടയ്ക്ക് വെച്ച് മോശമാവും. അപ്പൊ നമുക്കിത് ഈ മീഡിയത്തിനെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് അല്ലാതെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ആക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്ന സീൻ ഇങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് മാറ്റി ചെയ്താൽ കൊള്ളായിരുന്നു, അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീൻ ഉണ്ടോ അങ്ങനെ ഇത് മാറ്റി ചെയ്തേ കൊള്ളായിരുന്നു എന്ന് തോന്നിയ? പടം കഴിയുമ്പോ തോന്നാറുണ്ട്. പടം കഴിയുമ്പോ നമ്മള് കാണാത്ത കുറെ മിസ്റ്റേക്സ് കുറച്ച് കളയുമ്പോ നമുക്ക് മനസ്സിലാവും. അന്നേരം നമുക്ക് മനസ്സിലാവൂല, കാരണം നമ്മള് മറ്റു കുറെ ബാഹ്യ ശക്തികൾ കൊണ്ട് അത് മൂടപ്പെടും. ഇപ്പൊ പല സിനിമകളും എനിക്ക് ഈവൻ തണ്ണീർമത്തനടക്കം എനിക്ക് കുറെ സീക്വൻസുകൾ നമുക്ക് പിന്നീട് പോകുന്നതോറും കുറച്ചും കൂടി നന്നാക്കായിരുന്നു തോന്നാറുണ്ട്. അതെല്ലാവർക്കും ഉള്ള പരിപാടിയാണ്. ഇപ്പൊ ഈ ഇന്റർവ്യൂ ഒരു 5 കൊല്ലം കഴിഞ്ഞ് കാണുമ്പോ അങ്കിതയ്ക്ക് തോന്നുന്നു ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കായിരുന്നു തോന്നാൻ ചാൻസ് ഉണ്ട്. അത് നമ്മള് മെച്ചേർഡ് ആവുന്നതിന്റെയും നമ്മൾ അപ്ഡേറ്റ് ആവുന്നതിന്റെയും കണ്ടിറങ്ങിയ പാടെ തന്നെ ഇതെന്താ ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് എന്റെ ആക്ടിങ്ങിൽ ഭയങ്കര പോരായ്മകൾ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് എന്റെ മാത്രം പ്രൊഡക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഡയറക്ടർ ഉണ്ടാവും, എല്ലാവരുടെയും ജഡ്ജ്മെന്റ് മേലെ അത് നിൽക്കുന്നത്. ഇപ്പൊ വിശുദ്ധ മേജോ എന്ന സിനിമയിൽ ലിജോമോളുടെ കൂടെ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ റൈറ്റർ ആണ്. അങ്ങനെ ഒരു സിനിമ എടുക്കാണ്ടായിരുന്ന ഒരു പ്രചോദനം എന്തായിരുന്നു? സിനിമ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഫസ്റ്റത്തെ പ്രചോദനം. അടുത്ത സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. ഇനിയും അങ്ങോട്ട് തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. വിശുദ്ധ മേജോ എനിക്ക് ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സിനിമയാണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേഴ്സണൽ സിനിമയാണ്. അതായത് ഞാൻ ആദ്യം ഡയറക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സിനിമയാണത്. അത് ഈ ഫോമിലും ആയിരുന്നില്ല. അത് ഭയങ്കര അണ്ടർടോൺ ആയിട്ട് ഒരു
ഭയങ്കര നോർമൽ സിനിമയായിട്ട് എടുക്കാൻ ഞാൻ ആലോചിച്ചിരുന്ന സിനിമയാണ് ആദ്യത്തെ സമയത്ത്. അതായത് ഞാൻ സിനിമയിലൊന്നും വരണതിന് മുമ്പേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഐഡിയോളജിയാണ്. വിശുദ്ധമേജോ എന്ന് പറയുന്നത് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വിണ്ണൈത്താണ്ടി വരുവായ തിയേറ്ററിൽ കണ്ടിട്ട് ഇറങ്ങിയിട്ടാണ് ഞാൻ ഓക്കെ എനിക്ക് ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യണം, ഇതിന്റെ തന്നെ കുറച്ച് അണ്ടർടോൺ ആയിട്ടുള്ള സിനിമ ചെയ്യണം. അപ്പൊ 2012 ആണെന്നാണ് എൻ്റെ ഒരു ഊഹം വിണ്ണൈത്താണ്ടി ഇറങ്ങുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഡയറക്ഷന് വേണ്ടി വർക്ക് ചെയ്യേണ്ടത്, ഡയറക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വരുന്നത്. ഇപ്പൊ ഒരു ക്യാരക്ടറിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് അതിന്റെ പേഴ്സണൽ ഫിയേഴ്സ് അല്ലെങ്കിൽ അവരിൽ ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ആ ഒരു ക്യാരക്ടറിനെ എഴുതാൻ ക്യാരി ചെയ്യാറുണ്ട്, അവരുടെ ഇൻസെക്യൂരിറ്റീസ് എല്ലാം. ഇപ്പൊ ഭയങ്കര ഫാന്റസി അല്ലാത്ത പരിപാടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഫാന്റസി പരിപാടിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. നോർമൽ ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണെങ്കിൽ അവരുടേതായ പ്രശ്നങ്ങളും അവർക്കുള്ള ഇൻസെക്യൂരിറ്റീസും അവർക്കുണ്ടാവുന്ന ട്രോമാസും അവർക്കുണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഞാൻ മനുഷ്യന്മാരെ ഗ്രേ ആയിട്ട് നിർത്താൻ ശ്രമിക്കാറുണ്ട്. ഭയങ്കര പോസിറ്റീവായിട്ടും അല്ല നെഗറ്റീവ് ആയിട്ടും അല്ല, ഗ്രേ ആണല്ലോ. സിറ്റുവേഷനിൽ ഇവര് നെഗും കാണിക്കും ക്യാരക്ടേഴ്സ്. എന്റെ ക്യാരക്ടേഴ്സ് അങ്ങനെ കാണിക്കും. ഇനിയിപ്പോ ഉള്ള പടത്തിലും സിറ്റുവേഷനിൽ അവര് ചിലപ്പോ മോശമായിട്ടും പെരുമാറാൻ ചാൻസ് ഉണ്ട്. അത് ഹീറോ ആയാലും ഹീറോയിൻ ആയാലും അങ്ങനെ എഴുതണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതുവരെയുള്ള ഒരു സിനിമ ലൈഫിൽ ഏറ്റവും ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നത് എന്താണ്? എന്നെ ആൾക്കാരെ അറിയുന്നത് ഞാൻ അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നുണ്ട്. ഞാൻ ബേസിക്കലി ഞാൻ ഒന്നുമല്ലാത്ത ഫീൽഡിൽ വരാൻ സാധ്യമില്ലാത്ത ഒരാളായിരുന്നു ഇവിടെ. കാരണം ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങുമ്പോൾ എനിക്ക് യാതൊരു കണക്ഷൻ ഉണ്ടായില്ല. അതായത് വെറുതെ ഒരു സ്ഥലത്തുനിന്ന് വന്ന ആളാണ് ഞാൻ. എൻ്റെ വീട്ടിലോ അയൽവക്കത്തോ നാട്ടിലോ എങ്ങും ഒരാളുണ്ടായില്ല ഞാൻ പോയിരുന്ന ജേണിയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ എന്നെ ആൾക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്ററാണെന്നോ വേറെ പടങ്ങൾ റൈറ്ററാണെന്നോ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്നുള്ളത് എനിക്ക് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഞാനിവിടെ ഒരു മാർക്ക് ചെറുതായിട്ട് ഇട്ടെന്നുള്ളത് എനിക്ക് നാളെ ഞാൻ മരിച്ചാലും ഒരു 50 വർഷം കഴിഞ്ഞാലും എൻ്റെ പേരിൽ സെർച്ച് ചെയ്താൽ കുറച്ച് യൂട്യൂബ് വീഡിയോസ് എങ്കിലും കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ അങ്ങനത്തെ ലെവലിലേക്ക് എത്താനായിട്ട്. ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടാലും ഒരാളും കാണാത്ത ഒരാളായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നത്. വേറെ അങ്ങനെ ഇതൊക്കെ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞല്ല. ഇതൊക്കെ ഞാൻ 0 to 0 എന്നാണ് ഞാൻ വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര അച്ചീവ്മെന്റ് ആണത്. അല്ലാതെ സാധാരണ ആൾക്കാർ പഠിത്തം കഴിഞ്ഞ ജോലിക്ക് വേണ്ടി വീട് നോക്കും. ഞാൻ ഒരു സാധ്യത ഇല്ലാത്ത ഒരുത്തനായിരുന്നു അതിന്. അതുകൊണ്ട് അതെ 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 അതെ. ഇപ്പൊ ഒരു 20 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ഡിനോയ് പൗലോസിനെ എന്ത് പറഞ്ഞറിയണമെന്നാണ്? ആക്ടർ ആയിട്ടാണോ, റൈറ്റർ ആയിട്ടാണോ, ഡയറക്ടർ ആയിട്ടാണോ? ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് ആക്ടറായിട്ട് മാറണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ പറയാ ഇവനെന്തിന് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി ഞാൻ ചെയ്തല്ലോ കുറെ പടങ്ങൾ. പക്ഷെ എനിക്ക് ബേസിക്കലി കംപ്ലീറ്റ് ഫുൾ ടൈം ആക്ടറായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. അത്രയും സിൻസിയർ ആയിട്ടാണ് അതിനെ കാണുന്നത്. 2012 വിശുദ്ധമേജോയുടെ ലൈനൊക്കെ എഴുതിയെന്ന് പറഞ്ഞപ്പോ ഒരുപാട് മുമ്പേ എഴുതി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോ എഴുത്ത്, ആക്ടിങ്, ഷോർട്ട് ഫിലിംസ്, ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തൊട്ടേ. സെയിം ടൈമില് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി എന്തെങ്കിലും സ്ഥലത്ത് പോയ അനുഭവങ്ങൾ, റിവ്യൂ അല്ല അനുഭവങ്ങൾ എഴുതിയിടും. എന്തെങ്കിലും പാല് കാച്ചലിന് പോയെന്നോ അങ്ങനെയൊക്കെ. ഇപ്പൊ ഇല്ല. ആ സമയത്ത് ഞാനാ ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് വേറെ പരിപാടി അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ എഴുതി ചുമ്മാ ഇടുമായിരുന്നു. അപ്പൊ കുറെ പേര് നമ്മുടെ ആ ഫേസ്ബുക്ക് സർക്കിളിലുള്ള ആൾക്കാർ നല്ലാന്നൊക്കെ പറയുന്നു. ചുമ്മാ അതെങ്കിലും അവര് പറയുമായിരുന്നു. അതാണ് എന്റെ ആദ്യത്തെ റൈറ്റിങ്. എന്റെ ഇതൊക്കെ കണ്ടിട്ടാണ്, ഈ റൈറ്റിങ്സ് കണ്ടിട്ട് ഗിരീഷ് വിളിച്ചിട്ട് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് എഴുതുമ്പോഴാണ് ഞാനും അറിയുന്നത് ഓക്കെ എനിക്ക് എഴുതാൻ പറ്റും. മറ്റേത് എഴുതാൻ എനിക്കറിയായിരുന്നു. സിനിമ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് എഴുതാൻ പറ്റും എന്നുള്ളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. ഈ ആക്സിഡന്റൽ റൈറ്റർ ആയതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടില്ല റൈറ്റിംഗ്. ഞാൻ ഇതിന്റെ ഒപ്പം ഗ്രോ ചെയ്യാണ്, ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം ഗ്രോ ചെയ്യാണ്. അപ്പോ ശരിക്കും അത് പഠിച്ചിട്ടൊക്കെ ചെയ്യണം. മനസ്സിലായോ? നമ്മള് എക്സ്പീരിയൻസ് വേണം, അല്ലാതെ പഠിച്ചിട്ട് ചെയ്താൽ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക്. നിങ്ങൾക്ക് പ്രഷർ കുറച്ചുകൂടി, എഴുതുന്നവർക്ക് പ്രഷർ കുറച്ച് കുറവായിരിക്കും. പ്രഷറിന്റെ അല്ല, പ്രഷർ എങ്ങനെ ചെയ്താലും പ്രഷർ ഉണ്ടാവും, എഴുത്തിൽ പ്രഷർ ഉണ്ടാവും. കാരണം നമുക്ക് ഈ സിനിമ അടക്കം മുൻമാതൃകളില്ല. നമ്മൾ ആ സിനിമ പോലെ ഈ സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലെ അത് ഓടണം എന്നില്ല. പഠിച്ചിട്ട് ചെയ്താൽ നമുക്കൊരു
പ്രോപ്പർ സാധനം സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. മറ്റേത് നമുക്കൊരു നമ്മൾ കുറച്ച് സിനിമകൾ ചെയ്തൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. എക്സ്പീരിയൻസ് കിട്ടി ഓക്കെ ഇത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ പറ്റുള്ളൂ. മറ്റേ നമുക്കൊരു ഏകദേശം ഒരു പരിപാടി ഉണ്ടാവും, അതിനകത്ത് ഫില്ല് ചെയ്താൽ മതിയോ. കഥകൾ കൊണ്ട് നമ്മുടെ അടുത്തിരിക്കുന്ന കഥകൾ ആ ഫോർമാറ്റിലേക്ക് അപ്ലൈ ചെയ്ത് സെറ്റ് ചെയ്തെടുത്താൽ മതിയോ. നമ്മുടെ എഴുത്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമ്മൾ സ്വയം എഴുതേണ്ടി വരും. ഒരു സംഭവം കണ്ടെത്തി യുണീക്കായിട്ട് നമ്മൾ എഴുതേണ്ടി വരും, ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട്. ഇപ്പൊ ഇത് ഡിനോയുടെ പടമാണെന്ന് പറയുന്ന രീതിയിൽ നമ്മളുടെ എഴുത്ത് തന്നെ എല്ലാവരും പോലെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അഭിനയിക്കാൻ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഈസിലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, ആ സ്പേസ് എങ്ങനെ യൂസ് ചെയ്യണം, ക്യാമറക്ക് എങ്ങനെ ഫേവർ ആവണം, പിന്നെ ലെൻസുകൾക്ക് അനുസരിച്ച് എങ്ങനെ അഭിനയിക്കാന്ന് പഠിച്ചിരിക്കണത് നല്ലതാണല്ലോ. ഇപ്പൊ നമ്മള് വെറുതെ അങ്ങോട്ട് നേരെ ചെന്നിട്ട് അവർക്ക് ഇതൊരു ടൈംലി വർക്ക് ചെയ്യുന്ന സ്പേസ് ആണ്, ഈ ടൈമിനുള്ളിൽ ഇത് ഷൂട്ട് ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ അവർക്കും പാടായിരിക്കും നമുക്കും പാടായിരിക്കും, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ മീഡിയത്തിനെ സമീപിച്ചാൽ. അതുപോലെ തന്നെയാണ് റൈറ്റിംഗ്. നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ നമ്മുടെ ഇഷ്ടമുള്ള റൈറ്റിംഗ് എഴുതി വെച്ചിട്ട് നമ്മൾ പോയിട്ട് ഭയങ്കര പണിയായിരിക്കും, അവർക്കും പണിയായിരിക്കും. അപ്പൊ അത് ടൈം കൺസ്യൂമിങ് ആണ്, മണി കൺസ്യൂമിങ് ആണ്. നമ്മൾ എത്രത്തോളം അറിഞ്ഞിരിക്കുന്നു അത്രത്തോളം നമുക്ക് ടൈം സേവ് ചെയ്യാം, മണി സേവ് ചെയ്യാം. അപ്പൊ നമ്മളെല്ലാം ഒന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ 20 വർഷം കഴിഞ്ഞ് ഇനിയും ഒരു വലിയ സിനിമ നടനായിട്ട് തന്നെ അറിയപ്പെടട്ടെ, ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. പിന്നെ റൈറ്റിംഗ് നിർത്തരുത്, കാരണം ഞങ്ങൾക്ക് തണ്ണീർമത്തൻ പോലുള്ള പടങ്ങളൊക്കെ ഇനിയും കാണും, റോ ആയിട്ടുള്ള പടങ്ങൾ ഞങ്ങൾക്ക് ഇനിയും കാണണം. അപ്പൊ അത് ഇനിയും തുടരട്ടെ, നല്ല സിനിമകൾ ഒരുപാട് സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും സിനിമാ നടനായിട്ട് തന്നെ അറിയപ്പെടട്ടെ. അതുപോലെ തന്നെ സിനിമകൾ എഴുതുന്ന നിർത്തരുത്. ഇപ്പം നമുക്കും ഇതുപോലുള്ള ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സിനിമകൾ ഇനിയും കാണുന്നുണ്ട്. തണ്ണീർമത്തൻ പോലെയുള്ള പടങ്ങളൊക്കെ സംഭവിക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. താങ്ക് യു.